അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 5 വർഷം മുൻപ് അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇപ്പോൾ ഇതിൽ 2 ഭാഗങ്ങളായിട്ടാണ് പറയേണ്ടത്. ഇപ്പോഴത്തെ കാര്യം ആദ്യം പറയുന്നുണ്ട്. അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ് ഇപ്പോഴത്തെ കാര്യം. ഇനി 5 വർഷം മുമ്പത്തെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്താ? അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണേണ്ടതോ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം. അപ്പോൾ നമുക്ക് ആ 2 കാര്യങ്ങൾ എഴുതുകയാണ്. ഇപ്പോഴത്തെ കാര്യം എഴുതുകയാണ്. നമുക്കിവിടെ ചെറിയ പ്രായം ആരുടെയാണ്? മകൻ്റെ പ്രായമാണ്. അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായം പറയുമ്പോൾ മകൻ്റെ പ്രായം ചെറുതാണ്, അത് നമുക്ക് എക്സ് എന്നെടുക്കുക. അച്ഛൻ്റെ പ്രായത്തെക്കുറിച്ച് എന്താ പറയണത്? മകൻ്റെ പ്രായം എത്രയാണോ അതിൻ്റെ 4 മടങ്ങാണ്. മടങ്ങ് പറഞ്ഞാൽ ഗുണിക്കുകയാണ് വേണ്ടത്. മടങ്ങ് പറഞ്ഞാൽ ഗുണിക്കുക. അപ്പോൾ മകൻ്റെ പ്രായം എത്രയാണോ അതിൻ്റെ 4 മടങ്ങ്. മകൻ്റെ പ്രായം എത്രയാണ്? എക്സ്. അപ്പോൾ അച്ഛൻ്റെ പ്രായം അതിനെ 4 കൊണ്ട് ഗുണിക്കുക. 4 മടങ്ങ് 4x എന്ന് വരും. 4 കൊണ്ട് ഗുണിച്ചു. ഇനി 5 വർഷം മുമ്പത്തെ കാര്യം പറയാം. ഇപ്പോഴത്തെ കാര്യം നമുക്കറിയാം. 5 വർഷം മുമ്പ് എന്തായിരിക്കും? അതിന് 5 വർഷം മുമ്പ് 5 വയസ്സ് കുറയല്ലേ ചെയ്യുക. 5 വർഷം മുമ്പ് 5 വയസ്സ് കുറയും ഓരോരുത്തടി. അപ്പോൾ ഇപ്പോൾ മകൻ്റെ പ്രായം എക്സ് ആണെങ്കിൽ 5 വർഷം മുമ്പ് എന്തായിരിക്കും? ഇതിനേക്കാൾ 5 കുറവായിരിക്കും. മകൻ്റെ പ്രായം എക്സ് കുറയ്ക്കണം 5. അതുപോലെ അച്ഛൻ്റെ പ്രായം ഇപ്പോൾ എത്ര? 4x ആണ്. 5 വർഷം മുമ്പോ അതിന് 5 കുറയ്ക്കുക. 4x - 5. ഇനി നമുക്കൊരു ബന്ധം തന്നിട്ടുണ്ട്. എന്താ? ഈ 5 വർഷം മുമ്പത്തെ കാര്യം. 5 വർഷം മുൻപ് അച്ഛൻ്റെ പ്രായം എന്താ? മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങ്. മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങാണ് ആരുടെ? അച്ഛൻ്റെ പ്രായം. അതായത് മകൻ്റെ പ്രായത്തിനെ 7 കൊണ്ട് ഗുണിച്ചാൽ അച്ഛൻ്റെ പ്രായം കിട്ടും. മകൻ്റെ പ്രായം ഇവിടെ എവിടെയാണ്? ഇതാണ് x - 5. x - 5 അതിനെ 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ആരുടെ പ്രായം കിട്ടും? അച്ഛൻ്റെ പ്രായം കിട്ടും. അത് എത്ര? 4x - 5. ഇനി 7 × x - 5 നമുക്ക് അറിയാം. 7 കൊണ്ട് എക്സിനെയും ഗുണിക്കണം, 7 കൊണ്ട് -5നെയും ഗുണിക്കണം. 7 × x 7x മൈനസ്, കാരണം 7 × x 7x, 7ഉം 5ഉം ഗുണിക്കുമ്പോൾ 35. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ്. അപ്പോൾ 7x - 35 സമം ഇവിടെ 4x - 5. ഇനി നമുക്ക് ഈ സമവാക്യം നിർദ്ധാരണം ചെയ്യണമെങ്കിൽ, ഇത് സോൾവ് ചെയ്യണമെങ്കിൽ x ഒക്കെ ഒരു ഭാഗത്ത് വരണം, സംഖ്യകൾ മറുഭാഗത്തും. ഇവിടെ എന്തുണ്ട്? 7x. ഈ 4x ഇത് പോസിറ്റീവ് ആണ്, അങ്ങോട്ട് വന്നു. -4x സമം അവിടെ എന്തുണ്ട്? -5 ഉണ്ട്. ഈ -5 അങ്ങോട്ട് പോകുമ്പോഴോ -35 അങ്ങോട്ട് പോകുമ്പോൾ +35. 7x നിന്ന് 4x കുറച്ചാൽ 3x സമം ഇത് കൂട്ടുമ്പോൾ ഇത് നെഗറ്റീവ് പോസിറ്റീവാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം 35 5 കുറച്ചാൽ 30, വലുത് പോസിറ്റീവാണ്. അപ്പം 30 എന്ന് വരും. 3x സമം 30 ആണെങ്കിൽ x സമം 30/3 എത്ര വരും? 10. എന്താണ് എക്സിൻ്റെ വില? എന്താ ചോദ്യം? അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം. ഇപ്പോൾ അച്ഛൻ്റെ പ്രായം എന്താ? 4x ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 × x വില നമുക്ക് കിട്ടി എത്രയാണ്? 10. 4 × 10 ഉത്തരം 40.